शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यते कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहावात्। पुत्रेदि तन्मयतया तरवो विनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षतां तमोन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तम् अविदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्मायशेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिनि नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ओं नमो भगवते वासुदेवाय। ओं नमो नारायणाय। ओं श्री गुरुवायूरप्पा शरणम्। ओं
നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ഇന്ന് ചതുർത്ഥ സ്കന്ധത്തിലെ 25-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ആ ഉപാഖ്യാനത്തിന്റെ ആരംഭഭാഗം. നാരദ മഹർഷി പ്രാചീന ബർഹിസ് എന്ന രാജാവിന് ഉപദേശിച്ചതായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങൾ, രഹസ്യങ്ങൾ അടങ്ങിയൊരു കഥയാണ് പുരഞ്ജനോപാഖ്യാനം. അത് അനേക അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. 25 മുതൽ 30 വരെയുള്ള 6 അധ്യായങ്ങളിൽ വിസ്തരിച്ചാണ് ഈ ഒരു ഉപാഖ്യാനം നാരദ മഹർഷി അവതരിപ്പിക്കുന്നത്. അത് മൈത്രേയ മഹർഷി വിദുരന് പറഞ്ഞു കൊടുക്കുന്നു. അത് ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമുക്കും കാണാം. നാരായണ. ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപാഖ്യാനം തന്നെയാണ് ഈ പുരഞ്ജനോപാഖ്യാനം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അത് വായിച്ച് പറയുമ്പോൾ നോക്കാം. ഇത് 25-ാം അധ്യായം വായിക്കാം. ആദ്യത്തെ 25-ാം അധ്യായം 62 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 31 വരെ വായിച്ച് നിർത്താം. പാതി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 25-തമോऽധ്യായഃ. മൈത്രേയ ഉവാച. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷതൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദദേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ. ജപന്തസ്തേ തപസ്തേ ബുഃ വർഷാണാം അയുതം ജലേ. പ്രാചീനബർഹിഷം ശക്തഃ കർമ്മസു ആസക്തമാനസം നാരദോധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മനൈഹസേ. ദുഃഖഹാനി സുഖാവാപ്തിഃ ശ്രേയസ്തം നേഹ ചേഷ്യത്തെ. രാജോവാച. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധതീഃ. ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്യേയ കർമ്മഭിഃ. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രദാരധനാർത്തദീഃ. ന പരം വിന്ദതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവത്മസു. നാരദ ഉവാച. ഭോ ഭോഃ പ്രജാപതേ രാജൻ പശൂൻ പശ്യ ത്വയാദ്വരേ സംജ്ഞാപിതാൻ ജീവസംഗാൻ നിർഗൃണേന സഹസ്രശഃ. യേതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ. സംവരേതമയഃ കൂടൈഃ ചിന്തന്ത്യുത്ഥിതമന്യവഃ. അത്ര തേ കഥയിഷ്യേമും ഇതിഹാസം പുരാതനം. പുരഞ്ജനസ്യ ചരിതം നിബോധക തതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹത്സ്രവാഃ. തസ്യ അവിജ്ഞാതനാമാസീത സഖാ വിജ്ഞാതചേഷ്ടിതഃ. സ്വാന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭുഃ. നാനുരൂപം യദാ വിന്ദത് അഭൂത് സ വിമനാ ഇവ. ന സാധുമേനേതാ സർവാ ഭൂതലേ യാവതീഃ പുരഃ. കാമാൻ കാമയമാനോऽസൗ തസ്യ തസ്യോപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷ്വദസാനുഷു ദദർശ നവഭിർദ്വാർഭിഃ
പുരം ലക്ഷിതലക്ഷണം. പ്രാകാരോപവനാട്ടാലപരിഘൈർ അക്ഷതോരണൈഃ സ്വർണരൗപ്യായസൈ ശൃംഗൈഃ സങ്കുലാം സർവതോ ഗൃഹൈഃ നീലസ്ഫടിക വൈഡൂര്യമുക്താമരകദാരുണൈഃ ക്ലുപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ സഭാചത്വരരത്യാഭിഃ ആക്രീഡായതനാപണൈഃ ചൈത്യധ്വജപതാകാഭിഃ യുക്താം വിദ്രുമവേദിഭിഃ പുര്യാസ്തു ബാഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ നദദ്വിഹംഗാളികുലകോലാഹലജലാശയേ ഹിമനിർജ്ജര വിപൃഷ്മത് കുസുമാകരവായുനാ ചലത്പ്രവാളവിടപനളിനീതടസമ്പതി നാനാരണ്യമൃഗവ്രാതൈഃ അനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ധോ യത്ര കോകിലകൂജിതൈഃ യദൃച്ഛയാഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈകശതനായകൈഃ പഞ്ചശീർഷാഹിനാ ഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കുണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ സ്തനൗ വ്യഞ്ജിതകൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം താമാഹലളിതം വീരഃ സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാപാംഗപുംഖേന സ്പൃഷ്ടഃ പ്രേമോദ്ഭ്രമദ്ഭ്രുവാം കാ ത്വം കഞ്ചപലാസാക്ഷി കസ്യാസീഹ കുതഃ സതി ഇമാം ഉപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ കയേതേ അനുപദായേത ഏകാദശമഹാബടാഃ ഏതാവാലലനാ സുബ്രു കോയം തേ ഹി പുരസ്സരഃ ത്വം ഹ്രീർഭവാന്യസി അദവാഗ്രമാപതിം വിചിന്വതി കിം മുനിഭദ്രഹോ വനി ത്വദംഗ്രികാമാപ്ത സമസ്തകാമം ക്വ പദ്മകോശഃ പതിതഃ കരാഗ്രാദ് നാസാംബരോർവന്യതമാ ഭുവി സ്പൃഗ് പുരീമിമാം വീരവരേണ സാകം അർഹസ്യ ലംഘർത്തുമദഭ്രകർമ്മണാ ലോകം പരം ശ്രീരിവ യജ്ഞപുംസാ യദേഷമാപാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിത വിഭ്രമദ്ഭ്രുവാ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവഃ പ്രഭാതദേതാനുഗൃഹാണ ശോഭനേ ത്വദാനനം സുബ്രു സുതാരലോചനം വ്യാലംബി നീലാളകവൃന്ദ സംവൃതം ഉന്നീയ മേ ദർശയ വൽഗുവാചകം യദ്വ്രീഡയാനാഭിമുഖം ശുചിസ്മിതേ. ഇതുവരെ വായിച്ച് നോക്കിയിട്ട് അടുത്ത ഭാഗം തുടങ്ങാം. നാരായണ. അപ്പോൾ കഴിഞ്ഞ അധ്യായം നമ്മൾ വളരെ ദിവസങ്ങൾ കൊണ്ട് 7 ദിവസങ്ങൾ എടുത്തിട്ടാണ് രുദ്രഗീതം വിസ്തരിച്ച് കണ്ടത്. ആ രുദ്രഗീതത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ഫലശ്രുതി എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഭാഗങ്ങളും ഇന്നലെ അവസാനം കണ്ടു. ആരാണോ രാവിലെ ശ്രദ്ധയോടുകൂടെ ഈ രുദ്രഗീതം നിത്യവും ശ്രവിക്കുകയോ മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവൻ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനായിത്തീരുന്നു എന്നും എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഈ ഗീതം ആ പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ സ്തവമാണ്. അതിനെ ജപിച്ചുകൊണ്ട് നിങ്ങൾ ഏകാഗ്ര ബുദ്ധിയോടുകൂടെ വളരെ കാലം ഇവിടെ തപസ് അനുഷ്ഠിച്ചാലും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈപ്സിതം ലഭിക്കും. ആപ്സ്യതേ ഈപ്സിതം എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ അനുഗ്രഹിച്ചുവല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആദ്യത്തെ 2 ശ്ലോകം. രുദ്രഗീതം ഉപദേശിച്ച രുദ്രൻ എന്ത് ചെയ്തു, പ്രചേതസ്സുകൾ എന്ത് ചെയ്തു,
എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പ്രാചീന ബർഹിസിന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് മൈത്രേയ മഹർഷി. അപ്പോൾ 25-ാം അധ്യായം. മൈത്രേയ ഉവാച ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈർ അഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദദേ ഹരഃ. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈഃ അഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവ അന്തർദദേ ഹരഃ. അതെ, രുദ്രഗീതം 8 ക്ലാസ് എടുത്തു അമ്മ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭഗവാൻ ഹരഃ ആണ് ഇവിടുത്തെ നായകൻ. സർവജ്ഞനായ ഐശ്വര്യാദി സമ്പൂർണനായ ഗുരുവായ ആ ഭഗവാൻ ഹരൻ മഹാദേവൻ ഇതി സന്ദിശ്യ ഇപ്രകാരം ഉപദേശിച്ചിട്ട് എന്നാണ്. സന്ദേശം, ഉപദേശം, ആദേശം ഒക്കെ ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ദിശ എന്നുള്ള ധാതുവിന്റെ ഉപസർഗമായിട്ട് ഉപ ചേർക്കുമ്പോൾ ഉപദേശമായി, ആ ചേർക്കുമ്പോൾ ആദേശമായി, സം ചേർക്കുമ്പോൾ സന്ദേശമായി, അങ്ങനെ പല ഉപസർഗങ്ങൾ ചേർത്ത് രൂപം മാറുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ അർത്ഥവ്യത്യാസമുണ്ട്. ഇവിടെ ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അപ്പൊ ഇതി സന്ദിശ്യ ഇപ്രകാരം ഉപദേശിച്ചിട്ട് ബാർഹിഷദൈഃ അഭിപൂജിതഃ. ബാർഹിഷദൈഃ എന്ന് പറഞ്ഞാൽ ബർഹിഷത്തിന്റെ പുത്രന്മാരാൽ എന്നർത്ഥം. ബാർഹിഷദന്മാർ, ബർഹിഷത്തിന്റെ പുത്രന്മാർ ബാർഹിഷദന്മാർ. അവരാൽ എന്നുള്ള തൃതീയ ബഹുവചന പ്രയോഗമാണ് ബാർഹിഷദൈഃ. ആ പ്രചേതസ്സുകളാൽ, ബർഹിഷത്തിന്റെ പുത്രന്മാരായ പ്രചേതസ്സുകളാൽ അഭിപൂജിത, നല്ലതുപോലെ പൂജിക്കപ്പെട്ടിട്ട്, അത് പറഞ്ഞാൽ അദ്ദേഹത്തെ വേണ്ട പോലെ ആദരിച്ചു, ബഹുമാനിച്ചു. അദ്ദേഹം പറഞ്ഞതെല്ലാം അവർ ശ്രദ്ധയോടെ കേട്ടു. ഇനി അദ്ദേഹം യാത്ര പറയും പോലെ അവിടുന്ന് എന്താ പറയുക, അന്തർദാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് മനസ്സിലായി. വീണ്ടും വീണ്ടും നമസ്കരിച്ചു. കൃതജ്ഞതയോടെ, കൃതാർത്ഥതയോടെ ഒക്കെ നമസ്കരിച്ചു. അതൊക്കെ തന്നെയാണ് പൂജ. അങ്ങനെ പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരാൽ നല്ലതുപോലെ പൂജിക്കപ്പെട്ടവനായിട്ടുള്ള ആ ഭഗവാൻ ഹരൻ രാജപുത്രാണാം പശ്യതാം തത്രയേവ അന്തർദദേ. ആ രാജപുത്രന്മാർ, ബർഹിഷത്തിന്റെ പുത്രന്മാർ പശ്യതാം നോക്കി നിൽക്കേ, അവരെല്ലാം നോക്കി നിൽക്കേ തന്നെ തത്രയേവ എവിടെയാണോ പ്രകടമായത് അതേ സ്ഥാനത്ത് അന്തർദദേ അന്തർദാനം ചെയ്തു, മറഞ്ഞുപോയി എന്നർത്ഥം. കാരണം ഭഗവാൻ സർവവ്യാപി തന്നെയാണ്, സർവാത്മാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറയാനൊരു പ്രയാസവുമില്ല. എല്ലാറ്റിലേക്കും വന്നിടത്തേക്ക് പോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് രൂപമെടുത്ത് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ തന്റെ രൂപത്തെ ഉപസംഹരിച്ചു. തത്രയേവ അന്തർദദേ, അവിടെ തന്നെ അന്തർദാനം ചെയ്തു. അപ്പൊ മഹാദേവൻ പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരുടെ പൂജയെല്ലാം ഏറ്റുവാങ്ങി അവിടെ തന്നെ അന്തർദാനം ചെയ്തു. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേ ഭുഃ വർഷാണാം അയുതം ജലേ. സർവേ പ്രചേതസഃ 10 പേരും, സർവേ പ്രചേതസഃ മുഴുവൻ പ്രചേതസ്സുകളും നർത്തം. ആ പ്രചേതസ്സുകൾ മുഴുവനും രുദ്രഗീതം ഭഗവതഃ സ്തോത്രം, രുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തോത്രം, നാരായണനെ സ്തുതിക്കുന്ന ആ സ്തോത്രം, ആ പ്രചേതസ്സുകൾ മുഴുവനും ജപന്തഃ ജപിക്കുന്നവരായിട്ട് തേ തപഃ തേബുഃ, തേ ആ പ്രചേതസ്സുകൾ തപഃ തപസ്സിനെ തേബുഃ തപിച്ചു. 10 പേര് ബഹുവചനമായതുകൊണ്ട് തേബുഃ. ഒരാളായിരുന്നെങ്കിൽ തതാപ എന്ന് പറയും. ലിഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ തതാപ എന്നുള്ളതിന്റെ ബഹുവചനം തേബുഃ, അവർ തപിച്ചു. അവർ 10 പേരും തപിച്ചു. തപസ്തേബുഃ. എത്ര കാലം? വർഷാണാം അയുതം, വർഷങ്ങളുടെ 10,000 എന്ന് വെച്ചാൽ 10,000 സംവത്സരങ്ങളാണ് അവർ തപസ് ചെയ്തത്. എവിടെ? ജലേ,
ആ ജലത്തിൽ കഴുത്തറ്റം മുങ്ങി നിന്നുകൊണ്ട്, ഏത് ജലത്തിലാണോ മഹാദേവൻ പ്രകടമായത് ആ സരസിൽ അവർ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് 10,000 വർഷം ഭഗവാനെ ആ സ്തോത്രം കൊണ്ട്, രുദ്രഗീതം കൊണ്ട് ജപിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് തപസ് ചെയ്തു എന്ന് പറയണം. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേ ഭൂഃ വർഷാണാം അയുതം ജലേ. ഇപ്പൊ ഈ പ്രചേതസ്സുകളെ ഇനി ഇവിടെ വിട്ടിട്ട് പോവുകയാണ് നമ്മൾ. ഇനി എവിടെയാ പിടിക്കുക? ഇനി 31-ാം അധ്യായത്തില്. മുപ്പതാം അധ്യായത്തില് പിടിക്കുന്നുണ്ട്. 31-ലും അവരുടെ കഥ തുടരുന്നുണ്ട്. 30-ാം അധ്യായത്തിലാണ് പ്രചേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമാകുന്നത്. അപ്പോ ഇനി അവരെ നമുക്ക് അവിടെ കാണാം. ഈ പ്രചേതസ്സുകൾ തപസ് 10,000 വർഷം തപസ് തുടരട്ടെ. അതിന്റെ ഇടയ്ക്ക് ഇൻ ദ മീൻ വൈൽ വാട്ട് ഹാപ്പൻ ടു ദെയർ ഫാദർ, പ്രാചീന ബർഹിസിന് എന്ത് സംഭവിച്ചു? അതാണ് പിന്നെ അവിടേക്കാണ് നമ്മളെ കൂട്ടിയിട്ട് പോകുന്നത്. മൈത്രേയ മഹർഷി അവിടേക്ക് കൂട്ടിയിട്ട് പോകണം. നോക്കാം. പ്രാചീന ബർഹിഷം ക്ഷത്തഃ കർമ്മസു ആസക്തമാനസം നാരദോധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. പ്രാചീന ബർഹിഷം ക്ഷത്തഃ, ഹേ ക്ഷത്തഃ, അല്ലയോ ക്ഷത്താവേ വിദുര. മൈത്രേയൻ പ്രത്യേക ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് വിദുരന്റെ. വിദുരനും ക്ഷത്രിയൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ക്ഷത്ത എന്ന് വിളിക്കുന്നത്. മറ്റൊരു ക്ഷത്രിയന്റെ കഥ പറയാണ്, പ്രാചീന ബർഹിസിന്റെ കഥ. അതിലൂടെ വേറൊരു രാജാവിന്റെ കഥ പറയുന്നുണ്ട്, പുരഞ്ജനന്റെ കഥ. അപ്പൊ ഒക്കെ രാജാക്കന്മാരുടെ കഥകളാണ്. രാജവംശത്തിൽ പിറന്ന വിതുരനോട് പറയുമ്പോൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ക്ഷത്തഃ. വിതുരൻ മറ്റുള്ള മൂഢന്മാർക്കൊക്കെ ദാസീപുത്രനാണ്. വിതുരനെ പോലെ ഉത്തമനായിട്ടൊരു ക്ഷത്രിയൻ വേറെ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ക്ഷത്തഃ ക്ഷത്തഃ എന്ന് ഭാഗവതം വിളിക്കുന്നത്. കാരണം സാക്ഷാൽ യമധർമ്മ രാജാവ് തന്നെയാണ്. യമധർമ്മനെ പോലെ ധർമ്മം അറിയുന്ന ഒരാള്, ഭരണകർത്താവ് ആരാണുള്ളത്? ദണ്ഡം വഹിക്കുന്നതിൽ ഇത്രയും കൃത്യതയോടെ, മുഖം നോക്കാതെ പക്ഷപാതരഹിതമായി ധർമ്മം നടത്തുന്ന ധർമ്മദേവനാണ് യമൻ. ആ ധർമ്മദേവൻ തന്നെയാണ് ഇവിടെ ധർമ്മമൂർത്തിയായി വിതുരനായി വന്ന് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെക്കാൾ നല്ലൊരു ക്ഷത്രിയൻ ഉണ്ടാവില്ല. പക്ഷെ മൂഢന്മാർ അദ്ദേഹത്തെ ദാസീപുത്രൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു. എത്ര ഒതുക്കിയാലും രത്നം രത്നം തന്നെ, ഏത് കുപ്പയിൽ കൊണ്ടിട്ടാലും. ഇരിക്കട്ടെ. അപ്പോ ക്ഷത്തഃ, ആ ക്ഷത്താവിനെ സംബോധന ചെയ്തുകൊണ്ട് കർമ്മസു ആസക്ത മാനസം പ്രാചീന ബർഹിഷം അധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ നാരദഃ പ്രത്യബോധയത്. കർമ്മസു ആസക്ത മാനസം, കർമ്മങ്ങളിൽ ആസക്ത മനസ്സോടുകൂടിയവൻ, ആസക്തിയുള്ള മനസ്സോടുകൂടിയതായിട്ടുള്ള പ്രാചീന ബർഹിസം, ആ പ്രാചീന ബർഹിസിനെ അധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ നാരദഃ. അധ്യാത്മതത്വം എന്ന് പറഞ്ഞാൽ ആത്മതത്വം നല്ലതുപോലെ അറിയുന്നവൻ. എന്താണ് എല്ലാറ്റിൻ്റെയും അധി ആയിരിക്കുന്ന ആത്മാവ്, എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്ന സത്യം എന്താണ്, അതറിയുന്ന ആളാണ് നാരദൻ. നമ്മളൊക്കെ ഏതൊരു സത്യത്തെ അറിയാനായിട്ടിതാ പ്രയത്നം ചെയ്യുന്നുവോ, സത്യം പരം ധീമഹി എന്ന് നമ്മൾ അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ആ സത്യം ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ സാക്ഷാത്കരിച്ചിട്ടുള്ള ആളാണ് നാരദ മഹർഷി.
അതുകൊണ്ട് അധ്യാത്മ തത്വജ്ഞ, ആ തത്വം അറിയുന്നവനായിട്ടുള്ള, അതുകൊണ്ട് തന്നെ എന്താവുന്നു? കൃപാലു ആകുന്നു. ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മഹാത്മാവ് ലോകത്തോട് മുഴുവൻ കരുണയുള്ളവരായിത്തീരുന്നു. അവർക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും ദയ കാണിക്കാനും അല്ലാതെ വേറൊന്നും ആവില്ല. ആരെയും വെറുക്കാൻ അവർക്കാവില്ല. കാരണം എല്ലാം താൻ തന്നെയാണെന്ന് അറിയുന്നവരാണവർ. തനിക്ക് തന്നെ എങ്ങനെ വെറുക്കാനാവും? തനിക്ക് തന്നെ തന്നെയാണ് ഏറ്റവും പ്രിയം. തന്നെ വെറുക്കാൻ ആർക്കും ആവില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദേഹത്തെ വെറുക്കാം, നമ്മുടെ കരണങ്ങളെ വെറുക്കാം, പക്ഷെ നമുക്ക് നമ്മെ വെറുക്കാൻ പറ്റില്ല, ആത്മാവിനെ വെറുക്കാൻ ആവില്ല. അപ്പൊ നമ്മുടെയൊക്കെ ആത്മാവ് തന്നെയാണ് ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും എന്നറിയുന്ന ഒരു മഹാത്മാവിന് ലോകത്തിൽ ഒന്നിനെയും വെറുക്കാൻ ഒരിക്കലും ആവില്ല. സ്നേഹിക്കാനല്ലാതെ, അവരോട് കരുണ കാണിക്കാനല്ലാതെ. ആ സ്നേഹത്തിന്റെ ഒരു ഭാവമാണ് കരുണ. സ്നേഹം ദുഃഖിതരെ കാണുമ്പോൾ അത് കരുണയായി പരിണമിക്കുന്നു. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ കാണുമ്പോൾ അത് ആദരവായി ബഹുമാനമായി പരിണമിക്കുന്നു. കുട്ടികളെ പോലെയുള്ളവരെ കാണുമ്പോൾ അത് വാത്സല്യമായി പരിണമിക്കുന്നു. നമ്മൾക്ക് സമന്മാരായിട്ടുള്ളവരെ കാണുമ്പോൾ അത് സൗഹൃദമായി മൈത്രിയായി പരിണമിക്കുന്നു. ഇങ്ങനെ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ് ഓരോരുത്തരോടും വ്യാവഹാരിക തലത്തിൽ പ്രകടിപ്പിക്കുക. അപ്പോൾ ഭൂരിപക്ഷം ആളുകളും കരുണ അർഹിക്കുന്നവരാണ് ഈ ലോകത്തിൽ. കാരണം അജ്ഞാനികളാണ്. അപ്പം ജ്ഞാനികളെ സംബന്ധിച്ച്, വെളിച്ചത്തിൽ നടക്കുന്നവരെ സംബന്ധിച്ച് ഇരുട്ടത്ത് നടക്കുന്നവരെ കാണുമ്പോൾ വിഷമം തന്നെയാണ്, ദുഃഖം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വെളിച്ചം കാണിക്കാനായിക്കൊണ്ട് പരിശ്രമിക്കും. തനിക്ക് നല്ലതുപോലെ കാണാവുന്ന കുണ്ടിലും കുഴിയിലും ഇരുട്ടത്ത് നടക്കുന്നവർ ചെന്ന് പതിക്കാതിരിക്കാനുള്ള കരുതൽ, ശ്രദ്ധ, അത് തന്നെയാണ് കരുണയായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഹാത്മാക്കൾ, ഗുരുക്കന്മാർ, ജ്ഞാനികൾ എല്ലാവരും അവരുടെ മൂർത്തഭാവം എന്നുള്ളത് കാരുണ്യമാണ്. അതുതന്നെയാണ് ഇവിടെ നാരദ മഹർഷിയുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാവം. കൃപാലുഹു നാരദ, കരുണാമൂർത്തിയായ കരുണാശീലനായിട്ടുള്ള ആ നാരദ മഹർഷി പ്രത്യബോധയത്, നേരിൽ വന്ന് പ്രതിബോധിപ്പിച്ചു. നാരദ എന്ന് പറഞ്ഞാലും ആത്മജ്ഞാനത്തെ ദാനം ചെയ്യുന്നവൻ. നാരം എന്ന് പറഞ്ഞാൽ ആത്മവിഷയം ജ്ഞാനം. ദദാതി, നാരം ദദാതീതി നാരദ, അധ്യാത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനാണ് നാരദൻ. അപ്പൊ തനിക്കറിയുന്ന അധ്യാത്മജ്ഞാനത്തെ പ്രാചീന ബർഹിസനായിക്കൊണ്ട് ഉപദേശിച്ചു എന്ന് ആദ്യം ആമുഖമായി ചുരുക്കി പറഞ്ഞു. ഇനി ഇതിന്റെ വിസ്താരമാണ് വരാനിരിക്കുന്ന ശ്ലോകങ്ങളൊക്കെ. അപ്പോ ഇതുവരെ പ്രചേതസ്സുകളുടെ കഥ പറഞ്ഞു. ഇനി അവരുടെ അച്ഛന്റെ പ്രാചീന ബർഹിസിന്റെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ഈ പ്രാചീന ബർഹിസിന്റെ അടുത്തേക്ക് നാരദൻ വന്നത് എന്നാണെങ്കിൽ മുമ്പും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും പ്രാചീന ബർഹിസ് നാരദനെ ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല. നാരദന്റെ മഹത്വം തിരിച്ചറിയാൻ ആയിരുന്നില്ല, പക്വതയാർജിച്ചിരുന്നില്ല, അന്ധക്കരണ ശുദ്ധി ഉണ്ടായിരുന്നില്ല. എപ്പോഴും കിഴക്കോട്ട് ദർഭ വിരിച്ച് അതിലിരുന്നുകൊണ്ട് യാഗം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാരദൻ കരുണയോടുകൂടി വന്നുവെങ്കിലും, പല പ്രാവശ്യം വന്നുവെങ്കിലും നിരാശനായി മടങ്ങി. അതുകൂടി ഇവിടെ കൃപാലു എന്നുള്ളതിനെ ചേർത്ത് വായിക്കണം. ആ കൃപാലുവില് പല പ്രാവശ്യം ഈ പ്രാചീന ബർഹിസിനോട് കരുണ തോന്നിയിട്ട് വന്ന് മടങ്ങിപ്പോയ ആളാണ് നാരദ മഹർഷി. അദ്ദേഹത്തിന്റെ ക്ഷമ, എത്ര പ്രാവശ്യം വന്നു, ഓരോ പ്രാവശ്യം വരുമ്പോഴും അദ്ദേഹം യാഗത്തിൽ മുഴുകി സ്വാഹ 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 എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് അതിലിരിക്കുകയായിരിക്കും. യഥാർത്ഥ മഹാത്മാവിനെ, ആത്മജ്ഞാനിയായി തനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ വന്ന തന്നെ
തന്റെ ദുഃഖങ്ങളിൽ നിന്ന് ആത്യന്തികമായിട്ട് കരകയറ്റാൻ വന്നിരിക്കുന്ന മഹാത്മാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തൽക്കാലം കിട്ടുന്ന ഏതോ പുണ്യത്തിന്റെ പുറകെയായിരുന്നു അദ്ദേഹം. അപ്പൊ ഇപ്പോ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ പ്രാചീന ബർഹിസിന് പാകത വന്നു, ചിത്തശുദ്ധി വന്നു എന്ന് പറയാം. ആ ചിത്തം ശുദ്ധമാകുമ്പോഴാണ് ശരിക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക. അങ്ങനെ ഗുരുക്കന്മാരെ തിരിച്ചറിയാനുള്ള ഒരു പക്വത നമുക്ക് അപ്പോഴേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ഗുരുക്കന്മാരുടെ ഉപദേശം കൊണ്ട് അധ്യാത്മ മാർഗത്തിൽ പ്രവർത്തിച്ച് ആത്മജ്ഞാനം നേടാനുള്ള ആ ഒരു അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതാണ് ഇവിടെ കുറെ കാലം ഇദ്ദേഹം കർമ്മങ്ങളിൽ ആസക്ത മാനസനായിരുന്നു ഈ പ്രാചീന ബർഹിസ്. ഇപ്പോ ഏകദേശം ഭാഗത വന്നു. അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി എന്ന് പറയാം. എല്ലാ കർമ്മങ്ങളും ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണെന്ന് ശാസ്ത്രങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഹി. എല്ലാം കൂടി സംഗ്രഹിച്ച് ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു തരുന്നുണ്ട്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധിക്കായിക്കൊണ്ടാണ്. അതിപ്പോ ഏത് ഉപാസനാദികളോ എന്തു തന്നെയാണെങ്കിലും. നതു വസ്തൂപലബ്ധയേ, വസ്തുവിന്റെ ഉപലബ്ധിക്കായിക്കൊണ്ട് കർമ്മം ഉപകരിക്കില്ല. കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ട വസ്തുവല്ല ആത്മാ. കാരണം അത് നിത്യസിദ്ധമായിട്ടുള്ളതാണ്. നിത്യസിദ്ധമായതിനെ നമ്മൾ പ്രാപിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആത്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ സിദ്ധസ്യ സിദ്ധിയാണ്. ഓൾറെഡി നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപമായിരിക്കുന്നതിനെ നമ്മൾ തിരിച്ചറിയൽ, റെക്കഗ്നിഷൻ മാത്രമേ ഉള്ളൂ. റിയലൈസേഷൻ എന്ന് പറയുന്ന വാക്ക് പോലും തെറ്റാണ്. മറന്നുപോയത്, മറഞ്ഞു കിടന്നത് റിവീൽ ചെയ്യപ്പെടുന്നു, ഡിസ്കവർ ചെയ്യപ്പെടുന്നു. അല്ലാതെ കടം കൊടുത്തത് തിരിച്ചു മേടിക്കലല്ല. റിയലൈസേഷൻ എന്നുള്ളത് ബാങ്കിങ് ടേംസ് ആണ്, ഫിനാൻഷ്യൽ ടേംസ് ആണ്. എന്തെങ്കിലും പോയത് തിരിച്ചു കിട്ടൽ, കടം കൊടുത്തത് തിരിച്ചു കിട്ടലാണ് റിയലൈസേഷൻ. ഇവിടെ വാസ്തവത്തിൽ റെക്കഗ്നിഷനാണ്. നമ്മെ മറന്നിരുത്തുന്ന തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഇവിടെ സിദ്ധസ്യ സിദ്ധി എന്ന് പറയും. ഈ ആത്മപ്രാപ്തി എന്നുള്ളത് സിദ്ധസ്യ സിദ്ധിയാണ്. എപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മൾ തന്നെ ആയിരിക്കുന്ന വസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നു. കൂടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു എൻ്റെ സ്വരൂപം എന്ന്. അതെവിടെയും പോകേണ്ട ആവശ്യമില്ല, ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല, സംസ്കരിക്കേണ്ട ആവശ്യമില്ല. കർമ്മം കൊണ്ട് നേടാവുന്ന 4 കാര്യങ്ങളാണ്: ആപ്യം അല്ലെങ്കിൽ പ്രാപ്യം, അതുപോലെ ഉൽപാദ്യം, അതുപോലെ സംസ്കാര്യം, അതുപോലെ വികാര്യം. പരിണമിപ്പിക്കുക, വികാരം പ്രാപിക്കുക. പാല് തൈരാക്കിയെടുക്കുന്നത് പോലെ എന്തെങ്കിലും ആക്കിയെടുക്കേണ്ടതല്ല ആത്മാവിനെ. വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്ത് സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കേണ്ടതല്ല ആത്മാവിനെ. ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട വസ്തുവല്ല ആത്മാവ്. എവിടെയെങ്കിലും പോയി പ്രാപിക്കേണ്ടതുമല്ല. കാരണം എവിടെയെങ്കിലും ഇല്ലാത്തതിനെ, ഇവിടെ ഇല്ലാത്തതിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ കർമ്മത്തിന് വിഷയമല്ല, കർമ്മം കൊണ്ട് നേടാൻ പറ്റുന്ന വിഷയമല്ല ആത്മാ. കർമ്മം കൊണ്ട് ആകെ സാധ്യമായിട്ടുള്ളത് ഈ 4 കാര്യം മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽപ്പെടും ബാക്കി എല്ലാ കർമ്മങ്ങളും. ആപ്യം അഥവാ പ്രാപ്യം, ഉൽപാദ്യം, സംസ്കാര്യം, വികാര്യം. നമ്മൾ ഏത് ക്രിയകൾ എടുത്താലും ഈ 4-ൽ ഏതെങ്കിലും ഒന്നിലേക്ക് ചേർക്കാനേ ഉള്ളൂ. 4 പട്ടികയേ ഉള്ളൂ. ഇത് 4-ലും പെടുന്നതല്ല ആത്മാ. ആത്മാ നിത്യസിദ്ധ, നിത്യശുദ്ധ, നിത്യബുദ്ധ. അത് നിത്യശുദ്ധമാണ്. അപ്പൊ അത് കർമ്മം കൊണ്ട് നേടേണ്ടതല്ല. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ. വസ്തുപലബ്ധിക്ക് കർമ്മമല്ല വേണ്ടത്. പിന്നെയോ വസ്തുസിദ്ധി വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഹി. വസ്തുസിദ്ധി വിചാരേണ, വിചാരമൊന്നുകൊണ്ട് മാത്രമാണ് ഈ വസ്തു സിദ്ധിക്കാൻ പോകുന്നത്. ഉണർന്ന്
വിചാരം ചെയ്യണം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ, നിബോധത എന്നൊക്കെയുള്ളത് ഈ ഒരു വിചാരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉണർന്ന് വിചാരം ചെയ്താൽ വസ്തുസിദ്ധി, സിദ്ധസ്യ സിദ്ധി. ന കിഞ്ചിത് കർമ്മകോടിഭിഹി, കർമ്മകോടിഭിഹി ഈ വസ്തുവിന്റെ കിഞ്ചിത് അല്പം പോലും കിട്ടാൻ പോകുന്നില്ല. കോടിക്കണക്കിന് എത്ര കാലം കർമ്മം ചെയ്താലും ലഭിക്കാൻ പോകുന്നതല്ല ഇത്. അപ്പൊ അങ്ങനെയുള്ളൊരു പാകത വന്നു. ഈ പ്രാചീന ബർഹിസ് ആയിരക്കണക്കിന് വർഷം, പ്രചേതസ്സുകൾ 10,000 വർഷം തപസ്സിന് പോയിരിക്കല്ലേ. അപ്പൊ അതിനു മുമ്പും തുടങ്ങിയതാണ് ഈ പ്രാചീന ബർഹിസിന്റെ ഈ ഒരു കർമ്മട സ്വഭാവം. ഈ യാഗങ്ങളും യജ്ഞങ്ങളും അതിൽ കമ്മിറ്റഡായിട്ട് മനസ്സിരുത്തിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് പുണ്യമാർജിക്കുക, യാഗങ്ങൾ ചെയ്ത് യജ്ഞങ്ങൾ ചെയ്ത് തന്റെ പേരിൽ തന്റെ അക്കൗണ്ടിൽ ധാരാളം ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക. എന്തിനാ? സ്വർഗത്തിൽ പോയി സുഖിക്കാൻ. ഇതാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രതിബോധിപ്പിച്ചു. ആ നാരദന്റെ വാക്കുകളാണിനി. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയഃ തത് ന ഇഹ ച ഇഷ്യത്തെ. ഹേ രാജൻ, അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, കർമ്മണ കഥമത് ശ്രേയഃ ആത്മനഃ ത്വം ഈഹസേ. കർമ്മണ കർമ്മം കൊണ്ട്, അങ്ങ് ചെയ്യുന്ന കർമ്മം കൊണ്ട്, കഥമത് ശ്രേയഃ, കഥമത് എന്ന് പറഞ്ഞാൽ യാതൊരു എന്നൊക്കെ അർത്ഥത്തിലാണ് കഥമത്. ഏതൊരു ശ്രേയസിനെയാണോ ആത്മനഃ ത്വം ഈഹസേ, അങ്ങേക്ക് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്നത്. ഈഹ എന്നുള്ളതിന് ആഗ്രഹം എന്നർത്ഥം. അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തിന്? ആ ശ്രേയ അതെന്താണ്? ദുഃഖഹാനി സുഖാവാപ്തി, ദുഃഖഹാനിയും സുഖ അവാപ്തിയുമാകുന്നു. തത് ഇഹ ന ഇഷ്യത്തെ, അത് ഇവിടെ ലഭിക്കാൻ പോകുന്നില്ല, ഇവിടെ ഇച്ഛിക്കപ്പെടുന്നില്ല. ഈ കർമ്മത്തിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നത് പ്രോപ്പർ അല്ല, അപ്രോപ്രിയേറ്റ് അല്ല. ഇവിടെയല്ല അത് അന്വേഷിക്കേണ്ടത്. എന്തെങ്കിലും പോയാൽ എവിടെയെങ്കിലും തിരഞ്ഞാൽ കിട്ടുമോ? ഒരു സാധനം പോയാൽ പോയിടത്ത് തിരയണം, അല്ലേ? അപ്പോഴല്ലേ കിട്ടുള്ളൂ. പോയിടത്ത് ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് വെളിച്ചമുള്ളിടത്ത് പോയി തിരയാം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. എവിടെയാണോ പോയത് അവിടേക്ക് വെളിച്ചം കൊണ്ടുവന്ന് തിരയുക. ഒരു മുട്ടുസൂചിയാണ് വീണു പോയതെങ്കിൽ അത് എവിടെയാണ് വീണത് എന്ന് ആദ്യം നിശ്ചയിക്കുക, എന്നിട്ട് അവിടേക്ക് വെളിച്ചം കൊണ്ടുവരിക, എന്നിട്ട് തപ്പുക. അല്ലാതെ സൗകര്യമുള്ളിടത്ത് തിരഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോയ കാര്യം കിട്ടുകയില്ല. അപ്പോ ഇവിടെ പറയുന്നു, അങ്ങ് കർമ്മം കൊണ്ട് ഏതൊരു ശ്രേയസ്സാണോ ആഗ്രഹിക്കുന്നത് അങ്ങേക്ക്, ആ ശ്രേയസ് അതെന്താണ്? നാരദൻ വ്യക്തമായി പറയേണ്ടത് ദുഃഖഹാനി സുഖ അവാപ്തി. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതാണ്, ഏത് കർമ്മം കൊണ്ടും ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മുടെ വിതുരന്റെ ചോദ്യവും അത് തന്നെയായിരുന്നു. സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയത്തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ. എല്ലാവരും ഉള്ളിൽ ചോദിക്കേണ്ടത് ഈ ചോദ്യം തന്നെയാണ്. നമ്മൾ എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോഴുള്ള ഏതൊക്കെയോ ദുഃഖങ്ങളെ നശിപ്പിക്കാൻ, ദുഃഖഹാനി, പിന്നെ സുഖ അവാപ്തി, കുറച്ചുകൂടി സുഖം പ്രാപിക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുക, നമ്മളുടെ അനുഭവങ്ങളെയും നോക്കുക. നമ്മൾ എത്ര കാലം എന്തെല്ലാം ചെയ്തു, എത്ര പ്രാവശ്യം ദുഃഖത്തെ നീക്കി നശിപ്പിച്ചു, എന്നിട്ടും ദുഃഖം നമ്മളെ വിട്ടുപോകുന്നുണ്ടോ? നമ്മളെ എത്രയെത്ര സുഖങ്ങളെ പ്രാപിച്ചു, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടി. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ നേട്ടങ്ങളും നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമ്മൾ ഇപ്പോഴും ദുഃഖിതരായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കുവിൻ.
ഇതാണ് നമ്മുടെ ശാസ്ത്രം, ഉപനിഷത്ത് നമ്മളോട് പറയുന്നത്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ. ബ്രാഹ്മണൻ എന്നാൽ വിവേകമുള്ളവൻ, സത്യമന്വേഷിക്കുന്നവൻ. ആ സത്യമന്വേഷിക്കുന്നവൻ തന്റെ കർമ്മചിതാൻ ലോകാൻ പരീക്ഷ്യ, ഇതുവരെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്ത നേടിയെടുത്ത അനുഭവങ്ങളെ, ലോകമെന്നാൽ ഇവിടെ അനുഭവങ്ങൾ, തന്റെ അനുഭവങ്ങളെ ഒന്ന് പരീക്ഷണം ചെയ്യുക, ഒന്ന് ഒരു ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, നല്ലതുപോലെ ലാഭനഷ്ട കണക്കുകൾ എടുത്തു നോക്കുക. നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടാണ് നിസ്സാരമായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചിന്തിക്കുക. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി എത്ര അധ്വാനിച്ചു, എന്നിട്ട് പ്രശ്നം തീർന്നുവോ? അപ്പോഴേക്കും വേറെ വലിയൊരു പ്രശ്നം തൊട്ടുപുറകെ വന്നു. ആ പ്രശ്നം തീർക്കാൻ അതിലും വലിയ അധ്വാനം ചെയ്തു. അതെങ്ങനെയൊക്കെയോ പരിഹരിച്ചു എന്ന് വിചാരിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അതിനേക്കാൾ വലുത് പുറകെ വരുന്നു. ഇങ്ങനെ ഒരിക്കലും നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ അടങ്ങി നമുക്ക് സുഖം പ്രാപിച്ചു, സ്വസ്ഥരായി, ശാന്തരായി എന്ന് കരുതാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോൾ അല്പമായിട്ടുള്ള ഫലം, അല്പകാലത്തേക്ക് മാത്രം, നിങ്ങൾ ഏത് കർമ്മം ചെയ്തുവോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം പ്രയോജനമുള്ള അല്പമായിട്ടുള്ള ഫലമേ കിട്ടിയിട്ടുള്ളൂ. അത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ, പെർമനന്റ് ആയിട്ടുള്ള ഫലമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വേണ്ടത് ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തിയാണ്, പരമാനന്ദ പ്രാപ്തിയാണ്. അതിനെയാണ് ഇവിടെ നാരദൻ സൂചിപ്പിച്ചത്. ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് ദുഃഖഹാനി, പരമാനന്ദ പ്രാപ്തിയാണ് സുഖ അവാപ്തി. അല്ലാതെ ടെമ്പററി ആയിട്ടുള്ള ചെറിയ 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 പ്രശ്നങ്ങളല്ല. അതിപ്പോ നമ്മൾ ദിവസവും നമ്മുടെ വിശപ്പ് മാറ്റുന്നുണ്ട്, ദാഹം മാറ്റുന്നുണ്ട്, ക്ഷീണം മാറ്റുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഉണ്ണുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അതൊക്കെ തൽക്കാലം മാത്രമാണ്. അതുപോലെ ഒരു ആവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മറ്റു ദുഃഖങ്ങളെ പരിഹരിക്കാനായിക്കൊണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദേഹത്തിന്റെ ആവശ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ആവശ്യങ്ങളെ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു സുഖം തരാൻ പര്യാപ്തമല്ല എന്നുള്ള തിരിച്ചറിവ് വേണം. എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതിരിക്കണ്ട എന്നും പറഞ്ഞില്ല. വിശപ്പിന് ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ക്ഷീണം വരുമ്പോൾ കിടന്നുറങ്ങുക, അസുഖം വന്നാൽ മരുന്ന് കഴിക്കുക, ഇതൊന്നും വേണ്ടാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ തൽക്കാലം മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവയെ സേവിക്കുക. ഇതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പ്രശ്ന പരിഹാരം ആവുന്നില്ല. അപ്പൊ ശാശ്വതമായിട്ടുള്ള പ്രശ്ന പരിഹാരം എവിടെയാണ്, എങ്ങനെയാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. അതാണ് നാസ്തി അകൃതഃ കൃതേന. അകൃതഃ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടാത്തത്, കർമ്മത്തിന്റെ ഫലമല്ലാത്തതായിട്ടുള്ള ആത്മാ. അകൃതഃ ആത്മാ ആനന്ദസ്വരൂപ ആത്മാ നാസ്തി. ഇതിനെ കൃതേന എന്ന് പറഞ്ഞാൽ കർമ്മണ, ചെയ്ത കർമ്മം കൊണ്ട് ഈ ആനന്ദസ്വരൂപമായ ആത്മാവിനെ പ്രാപിക്കാൻ ആവില്ല. പിന്നെയോ തദ് വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. അതറിയാനായിക്കൊണ്ട് അവൻ, ആ വിവേകിയായ ബ്രാഹ്മണൻ, ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവിനെ തന്നെ അഭിഗമിക്കണം, ഗുരുവിനെ സമീപിക്കണം. വിധിയാമണ്ണം സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. സമിത്പാണിയായിട്ട്, സമിത്പാണി ചമത കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ താൻ ഗൃഹസ്ഥനായിരുന്നു, താൻ ഇത്രയും കാലം കർമ്മങ്ങൾ ശാസ്ത്രങ്ങൾ വിധിച്ചതുകൊണ്ട് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. അഗ്നിഹോത്രാദികളൊന്നും മുടക്കം വരാതെ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ മതിയായി. എത്ര കാലം താൻ ഇതൊക്കെ ചെയ്യുന്നത്? അതാണ് നിർവേദമായാതെന്ന് പറഞ്ഞത്. നിർവേദം പ്രാപിക്കണം. നിർവേദം എന്ന് പറഞ്ഞാല് വേദത്തിൽ നിന്നുള്ള മോചനം, വൈദിക കർമ്മങ്ങളിൽ നിന്നുള്ള മോചനം.
നിർഗതമായ വേദം. വേദം ആരിൽ നിന്ന് നിർഗമിക്കുന്നുവോ അവനാണ് നിർവേദം പ്രാപിച്ചവൻ. അപ്പൊ വേദത്തിന്റെ ഡിക്റ്റേഷൻസിനെ പോലും മടുത്തു. എത്ര കാലമായി ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണു, എനിക്കിതിൽ നിന്നൊരു മോചനമില്ലേ എന്നുള്ള ചിന്ത. അതാണ് നിർവേദം. അപ്പൊ വൈദിക കർമ്മങ്ങളെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട്, പക്ഷെ താൻ സ്വമേധയാ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കുന്നില്ല. അതിന് ഒരു അതോറിറ്റിയിൽ നിന്ന് തനിക്ക് അനുവാദം ലഭിക്കണം. അതിനാണ് സമിത്തിനെ കയ്യിൽ ധരിച്ചിരിക്കുന്നത്. ഈ ചമത ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ ഇത്രയും കാലം കർമ്മം ചെയ്യുകയായിരുന്നു, ഇനിയും ഞാൻ ഇത് തുടരണോ എന്ന് ഗുരുവിനോട് ചെന്ന് ചോദിക്കുകയാണ്. സമിത് പാണി എങ്ങനെയുള്ള ഗുരുവിനോട്? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, ശാസ്ത്രങ്ങളിൽ അഗാധമായിട്ടുള്ള ജ്ഞാനം നേടിയവൻ ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ, താൻ നേടിയ ആ ജ്ഞാനത്തിൽ നല്ല ഉറപ്പുള്ളവൻ, സ്ഥിതപ്രജ്ഞനായിരിക്കുന്നവൻ, സ്വാർത്ഥതയൊന്നുമില്ലാത്തവൻ, കാരുണ്യമുള്ളവൻ. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിക്കണം. അപ്പൊ ആ ഗുരുവാണ് അതിന് അതോറിറ്റി, നിനക്ക് ലൈസൻസ് തരാനുള്ള അതോറിറ്റി. നമ്മൾ പല ലൈസൻസുകൾക്കും അതാതിന്റെ അതോറിറ്റികളെ സമീപിക്കണം. നമുക്ക് യോഗ്യത തെളിയിക്കണം, അല്ലേ? വണ്ടി ഓടിക്കണമെങ്കിലുള്ള ലൈസൻസിന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയും, ഞാൻ ആരുടെയും നെഞ്ചത്ത് ചെന്ന് വണ്ടി കയറ്റില്ല എന്ന് ആ ലൈസൻസിങ് അതോറിറ്റിക്ക് ബോധ്യം വന്നാൽ നമുക്ക് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് വരും. അതും ഏതേത് വാഹനങ്ങൾക്ക് പ്രത്യേകം ലൈസൻസാണ്. ഇന്ന വാഹനങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം ലൈസൻസ്. എനിക്ക് മോട്ടോർ സൈക്കിളിന്റെ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ് എടുത്ത് ഓടിക്കാനോ വിമാനം ഓടിക്കാനോ ആയിട്ടില്ല. അതിൽ ട്രെയിൻഡായി അത് ഓടിച്ച് കാണിക്കണം, അപ്പൊ ലൈസൻസ് വരും. അതുപോലെ ലൈസൻസിങ് അതോറിറ്റികളാണ് ഈ ഗുരുക്കന്മാർ, ഈ ജ്ഞാനികളായിട്ടുള്ളവർ, ശ്രോത്രിയന്മാരെന്നാൽ ശാസ്ത്രത്തിന്റെ ആ ആഴങ്ങൾ കണ്ടവരാണ്, ശാസ്ത്രത്തിന്റെ താല്പര്യ നിർണയം ചെയ്തിട്ടുള്ളവരാണ്. എന്തിനാണ് ഈ വേദങ്ങളൊക്കെ ഈ കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്, എന്താണ് ഓരോ കർമ്മങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്, എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്നെല്ലാം വ്യക്തതയുള്ളവരാണ് ശ്രോത്രിയന്മാര്. സംശയരഹിതമായിട്ട് അവർക്ക് ശിഷ്യഗണങ്ങളെ അല്ലെങ്കിൽ തന്നെ സമീപിക്കുന്നവരെ ഉപദേശിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വേണം ഗുരുവായിട്ട് സമീപിക്കാനായിക്കൊണ്ട്. സമിത് പാണി കയ്യിൽ സമിത്തുമായിട്ടാണ്, ചമത കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ചമത കൊണ്ടുള്ള എന്റെ നിത്യകർമ്മങ്ങൾ, എന്റെ അഗ്നിഹോത്രാദികൾ ഇനിയും ഞാൻ തുടരണമോ, അതോ ഇത് മുഴുവൻ കത്തിച്ചു കളഞ്ഞ് ഇനിയൊരു ചമത ശേഖരിക്കാതെ ഞാൻ അതിൽ നിന്നും മുക്തനായി തീരണമോ, എന്താണ് വേണ്ടത്? ഗുരു പറയൂ എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ അടുത്ത് കുറച്ചു കാലം താമസിക്കാൻ പറയും. അതാണ് വാനപ്രസ്ഥം. ആ വാനപ്രസ്ഥത്തിലും ഈ അഗ്നിഹോത്രമൊക്കെ തുടരാൻ പറയും. കുറച്ചു കാലം അത് തുടർന്നോളൂ, എന്നിട്ട് ഒബ്സർവ് ചെയ്യും ഇദ്ദേഹം എത്ര പാകമായിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള യോഗ്യത ആയിട്ടുണ്ടോ, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ മോക്ഷ മാർഗത്തിൽ, നിവൃത്തി മാർഗത്തിൽ മാത്രം നിരതനായിക്കൊണ്ടുള്ള ശ്രവണ മനന നിധിധ്യാസനങ്ങൾ മാത്രം ചെയ്താൽ മതിയോ, ബാക്കി ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ അതിനുവേണ്ട മിനിമം പ്രവൃത്തികളും അതിനുള്ള യോഗ്യതയായിട്ടുണ്ടോ എങ്കിൽ ആ ഗുരുനാഥൻ അനുവദിക്കും. നീ യോഗ്യനായി, നിനക്ക് ചമതയെ ഉപേക്ഷിക്കാം, ഇനി ചമത കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, ആ ചമതയെ നമുക്ക് ഒടുക്കത്തെ കത്തിക്കാം എന്ന് പറഞ്ഞ് അവസാനത്തെ ഹോമമായിട്ട് വിരജാഹോമം എന്നുള്ള ഹോമം ചെയ്ത് സന്യാസ ദീക്ഷ നൽകുന്നു. നീ ഇനി മുതൽ എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തനാണ്, നീ ഇനി അഗ്നി കൊളുത്തിക്കൊണ്ട് ഈ പുകയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതില്ല, നീ നിരഗ്നിയാകുന്നു, അഗ്നിയിൽ നിന്ന് മുക്തനാകുന്നു, ഇനി നിനക്ക് അഗ്നികർമ്മങ്ങളില്ല എന്ന് പറഞ്ഞ് ഗുരു ലൈസൻസ് തരുന്നു. ആ ലൈസൻസാണ് സന്യാസം. വണ്ടി അറിയാത്തവർക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുക്കാത്തതുപോലെ സന്യാസം എന്തിനു വേണ്ടി എന്നറിയാത്തവർക്ക് ആ ലൈസൻസ് കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പല റിസർവേഷനും വെച്ചിരിക്കുന്നു. പക്ഷെ ഇന്നിപ്പോ
ഓരോ ആശ്രമങ്ങളും കാലിയായി കിടക്കണു, അനന്തര അവകാശികളില്ലാതെ കിടക്കണു. അപ്പോൾ ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ആരെ കിട്ടിയാലും പിടിച്ച് സന്യാസിയാക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ കീഴിൽ കുറേ സന്യാസിമാരിങ്ങനെ ഇരിക്കട്ടെ, താൻ മണ്ഡലേശ്വരനായിട്ടിരിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പലരും സന്യാസം കൊടുക്കുന്നു. പിന്നെ ചിലരുണ്ട്, അയ്യോ പാവം അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടും സന്യാസം കൊടുക്കുന്നവരുണ്ട്. അവനിപ്പോൾ സന്യസിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അവൻ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ചില മഹാത്മാക്കൾ സന്യാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ. എന്തായാലും ഇതാണ് അതിൻ്റെ തത്വം. ഈ സമിത്പാണിയായിട്ട് പോകുന്നത് താൻ ഇത് ഉപേക്ഷിക്കുവാനുള്ള യോഗ്യത ആയോ എന്ന് തനിക്കറിയില്ല. മൂത്തുവോ എന്ന് നോക്കേണ്ടത്, അല്ലെ, കൊശവൻ താൻ വേവിക്കുന്ന ചുട്ടെടുക്കുന്നതായിട്ടുള്ള കലങ്ങളൊക്കെ മുട്ടി നോക്കുന്നത് പോലെ, തട്ടി നോക്കുന്നത് പോലെ അത് വെന്തു എങ്കിൽ അത് മാറ്റാം. അതുപോലെ ഗുരുക്കന്മാരാണ് നമ്മുടെ തലയ്ക്കും കൊട്ടി നോക്കിയിട്ട് മൂത്തുവെങ്കിൽ നമ്മൾക്ക് സന്യാസം തരേണ്ടത്. അല്ല, നമ്മൾ സ്വയം അതിനുള്ള യോഗ്യത ആയോ എന്ന് പ്രവചിക്കാൻ ആയിട്ടില്ല. അപ്പോൾ പറഞ്ഞത്, ഈ ഒരു ദുഃഖഹാനി സുഖ അവാപ്തി ഇതാണ് പ്രാപിക്കേണ്ടത്. ഇത് കർമ്മങ്ങളെ കൊണ്ട് അല്ല. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്ന് ഉപനിഷത്ത് വ്യക്തമാക്കുന്നു. കർമ്മം കൊണ്ടോ പ്രജകൾ അഥവാ സന്തതികളെ കൊണ്ടോ ധനം കൊണ്ടോ അല്ല നിങ്ങൾ അമൃതത്വത്തെ പ്രാപിക്കുന്നത്, ഈ ഒരു ആനന്ദത്തെ പ്രാപിക്കുന്നത്. ഈ പറയുന്ന കർമ്മങ്ങളാണെങ്കിലും പ്രജകളാണെങ്കിലും ധനമാണെങ്കിലും ഒക്കെ ഭാരമാണ്, ഒക്കെ നിങ്ങൾക്ക് ദുഃഖം നൽകുന്നതാണ്. അപ്പൊ ദുഃഖയോനികളിൽ നിന്ന് എങ്ങനെയാ സുഖമുണ്ടാവുക? അത് ദുഃഖം തന്നെ തരികയുള്ളൂ. അതറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അതിനെ ത്യജിക്കുക, അതിലുള്ള മമത ത്യജിക്കുക, അതിലുള്ള ആസക്തി ഉപേക്ഷിക്കുക. അതാണ് ത്യാഗം. ത്യാഗേന ഏകേ അമൃതത്വമാനശുഹു. അമൃതത്വം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ, അമൃതത്വം അശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉപനിഷത്ത് ഘോഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ പ്രാചീന ബർഹിസ് കുറെ കാലമായി കർമ്മം ചെയ്യുന്നു. അദ്ദേഹത്തോട് വന്ന് സന്ദർഭം കിട്ടിയപ്പോൾ, തന്നെ കേൾക്കാൻ അല്പം ഒരു ചെവി തന്നപ്പോൾ നാരദൻ അവസരം കിട്ടിയത് മുതലെടുത്തു. കാരണം അദ്ദേഹം കൃപാലുവാണ്. അപ്പോ താങ്കൾ ഇത്രയും കാലം ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് താങ്കൾ ഉദ്ദേശിച്ച സുഖപ്രാപ്തി ഉണ്ടായിട്ടില്ല, ദുഃഖനിവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് ബോധിക്കുക. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സുഖപ്രാപ്തിക്കുള്ള മാർഗം. പിന്നെയോ ജ്ഞാനം മാത്രമാണ് മോക്ഷമാർഗം. ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യം പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ജ്ഞാനാദേവതു കൈവല്യം. അപ്പൊ ഈ സത്യം അറിയണം. അപ്പൊ ഇത്രയും കാലം അങ്ങ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഓരോരുത്തരും അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഈ ചിത്തശുദ്ധിയാണ് ആർജിക്കേണ്ടത് എന്ന് ശാസ്ത്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദൗ സ്വവർണാശ്രമ വർണ്ണിതാ ക്രിയാഹ കൃത്വാ സമാസാദിത ശുദ്ധമാനസഃ സമാപ്യ തത്പൂർവമുപാത്ത സാധനഃ സമാശ്രയേ സദ്ഗുരുമാത്മലബ്ധയേ. അധ്യാത്മരാമായണം സംസ്കൃതത്തിലെ ഉത്തരകാണ്ഡത്തിലെ രാമഗീത എന്നുള്ള ഭാഗത്തിൽ ശ്രീരാമസ്വാമി ലക്ഷ്മണന് ഉപദേശിക്കുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ നിർവഹിച്ച് ആദൗ ആദിയിൽ സ്വവർണാശ്രമ വർണ്ണിതാഹ ക്രിയാഹ കൃത്വാ, വർണ്ണാശ്രമങ്ങളിൽ അനുശാസിച്ചിരിക്കുന്ന ക്രിയകളെ ചെയ്തിട്ട് സമാസാദിത ശുദ്ധമാനസഃ, അതിൽ നിന്ന് മനസ്സ് ശുദ്ധമാക്കിയെടുക്കണം. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ബോധത്തോടെ ചെയ്യുക. എന്നിട്ട് സമാപ്യതത്, അതിനെ സമാപിപ്പിച്ചിട്ട് പൂർവം ഉപാത്ത സാധനഃ, മുമ്പേ തന്നെ സമ്പാദിച്ചതായിട്ടുള്ള സാധനകളോടുകൂടി എന്ന് പറഞ്ഞാൽ സാധന ചതുഷ്ടയ സമ്പത്തിയോടുകൂടെ വിവേകം, വൈരാഗ്യം, ശമാധിഷട്ക സമ്പത്തി, മുമുക്ഷുത്വം മുതലായ സാധനങ്ങളോടുകൂടെ സമാശ്രയേത് സദ്ഗുരും ആത്മലബ്ധയേ, സദ്ഗുരുവിനെ ആത്മലബ്ധിക്കായിക്കൊണ്ട് ആശ്രയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് തന്നെ ഗീതയിലും ഭഗവാൻ അർജുനോട് പറഞ്ഞു, തദ്വിദ്ധി പ്രണിപാതേന
പരിപ്രശ്നേന സേവയാ ഉപതേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും ഇത് തന്നെയാണ് പറയണത്. നമ്മൾ പാകത എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ധർമ്മങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഒരു നിവൃത്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. പ്രവൃത്തി നമുക്ക് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഓർമ്മ വെച്ചുകൊണ്ട് പ്രവൃത്തികളെല്ലാം ചെയ്ത് ചിത്തശുദ്ധി ആർജിച്ചാൽ, യോഗ്യതകളെല്ലാം നേടിയാൽ നിവൃത്തി മാർഗത്തിലേക്ക് തിരിയാം. അതിനുള്ള ആധ്യാത്മിക ഗുരുക്കന്മാരെ ശരണം പ്രാപിക്കാം. ഇതാണ് പറഞ്ഞത് താല്പര്യം. അപ്പോ ശ്രേയസ്ത്വം കഥമത് രാജൻ, ഏതൊരു ശ്രേയസ്സാണോ അല്ലയോ രാജാവെ അങ്ങ് അന്വേഷിച്ചത്? കർമ്മണാത്മനൈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയഃ തത് ന ഇഹ ച ഇഷ്യതേ. ആ സാധനം ഇവിടെ കിട്ടുകയില്ല. ഈ കർമ്മം കൊണ്ട് നേടാൻ പറ്റുന്നതല്ല ഈ ആത്യന്തിക ദുഃഖ നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയും. കാരണം കർമ്മം എന്നുള്ളത് കാലദേശ പരിമിതമാണ്. കാലദേശ പരിമിതമായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് അനന്തമായിട്ടുള്ള കാലാതീതമായ ദേശാതീതമായിട്ടുള്ള ആത്മാവിനെ അല്ലെങ്കിൽ ആനന്ദത്തെ പ്രാപിക്കാനാവില്ല. കാരണത്തിന്റെ ഗുണമേ കാര്യത്തിലും ഉണ്ടാവുള്ളൂ. ആസ് ദ കോസ് സോ ദ ഇഫക്റ്റ്. അപ്പോൾ കാലദേശ പരിമിതമായ കർമ്മത്താൽ കാലദേശ അതീതമായിട്ടുള്ള ഫലമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ രാജാവ് നാരദനോട് തിരിഞ്ഞ് ചോദിക്കണം. അപ്പൊ ഇത്രയും പാകത വന്നു രാജാവ്. ഇത്രയും കാലം തിരിഞ്ഞു നോക്കിയിരുന്നില്ല, ഇപ്പൊ ചോദ്യം ചെയ്യണു. രാജോവാച ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ദധീഃ ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്യേയ കർമ്മഭിഃ ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരധനാർത്ഥധീഃ ന പരം വിന്ദതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവത്മസു. രാജാവ് നാരദനോട് ചോദ്യം ചോദിക്കുന്നു. ന ജാനാമി മഹാഭാഗ, ഹേ മഹാഭാഗ, അല്ലയോ ഭാഗ്യശാലിയായിട്ടുള്ളവനെ, പുണ്യാത്മാവേ നാരദ, അഹം ന ജാനാമി, ഞാൻ അറിയുന്നില്ല. എന്തുകൊണ്ടറിയുന്നില്ല? കർമാപവിദ്ദധീഃ, കർമ്മത്താൽ അപവിദ്ധമായ ധീയോടുകൂടിയവൻ. ധീ ബുദ്ധിയാണ്. ബുദ്ധി അപവിദ്ധം, ചഞ്ചലം, ചലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമാണ്. കർമ്മത്താൽ നശിപ്പിക്കപ്പെട്ട, കർമ്മവാസനകളെ കൊണ്ട് മൂടപ്പെട്ട ചഞ്ചലമായതായിട്ടുള്ള ബുദ്ധി കൊണ്ട് എനിക്ക് എന്തറിയാൻ പറ്റുന്നില്ല? പരം ന ജാനാമി, എന്താണ് പരമമായത്, ശ്രേഷ്ഠമായത് എന്താണെന്ന് എനിക്ക് ദർശനം ലഭിക്കുന്നില്ല. കാരണം ഞാന് നിസ്സാര കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് ഉറച്ചു പോയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. വിമലം ജ്ഞാനം മേ ബ്രൂഹി എന കർമ്മഭിഹി മുച്യേയ. വിമലമായ ജ്ഞാനം മേ ബ്രൂഹി, നിർമ്മലമായ ശുദ്ധമായ ജ്ഞാനത്തെ എനിക്ക് പറഞ്ഞു തരൂ. മേ ബ്രൂഹി ഏന, ഏതൊരു ജ്ഞാനം കൊണ്ട് കർമ്മഭിഹി മുച്യേയ, ഈ കർമ്മങ്ങളാൽ ഞാൻ മുക്തനാക്കപ്പെടും, കർമ്മങ്ങളിൽ നിന്ന് ഞാൻ മുക്തനായി തീരും. അപ്പൊ ഈ കർമ്മങ്ങളിൽ നിന്ന് എനിക്ക് മോചനം വേണം. അപ്പൊ മടുത്തിരിക്കുന്നു. കർമ്മങ്ങളിൽ നിന്ന് മോചനം വേണമെന്ന് പറയാൻ കാരണം മടുത്തിരിക്കുന്നു. നമ്മുടെ ദേവഹൂതി ദേവിയും ഇത് തന്നെയാ പറഞ്ഞത്, അല്ലേ? നിർവിണ്ണാനിതരാം ഭൂമൻ അസദിന്ദ്രിയ തർഷണാത്. ഈ അസത്തുക്കളായ ഇന്ദ്രിയങ്ങളുടെ തൃഷ്ണ കാരണമായിട്ട് അതിനെ തൃപ്തിപ്പെടുത്താനായിക്കൊണ്ട് എത്ര കാലം ഓടി നടന്നു, എന്തെല്ലാം ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാന് നിതരാം നിർവിണ്ണ, അത്യന്തം എനിക്ക് മദ്യായി, നിർവേദം പ്രാപിച്ചവളായി, മടുപ്പ് വന്നിരിക്കുന്നു എനിക്ക്. അപ്പോ അങ്ങനെ ഒരു മടുപ്പ് വരണം. അതാണ് വിരക്തി, അതാണ് നിർവേദം. അപ്പൊ ഇവിടെ ഏന കർമ്മഭിഹി മുച്യേയ, എങ്ങനെയായാൽ ഏതൊരു ജ്ഞാനം കൊണ്ട് ഞാൻ ഈ കർമ്മപാശങ്ങളിൽ നിന്ന്, കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരും. ആ ജ്ഞാനം എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് അറിയുന്നില്ല, ആ പരമമായിട്ടുള്ള ജ്ഞാനം എനിക്ക് അറിയുന്നില്ല. കാരണം ഇപ്പോ കർമ്മം കൊണ്ട് കലുഷിതമാണ് എൻ്റെ ബുദ്ധി. രജോ ഗുണമാണ് എൻ്റെ ബുദ്ധിയിൽ പ്രധാനമായിട്ടിരിക്കുന്നത്.
ആ രജോ ഗുണത്തെ നീക്കിക്കളഞ്ഞ് എനിക്ക് ജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണം. വിക്ഷിപ്തമാണ് എൻ്റെ മനസ്സ്, ആഗ്രഹങ്ങളെ കൊണ്ട് തൃപ്തിയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബുദ്ധി. ഇതിന് ശാന്തി കിട്ടണം, അതിനു വേണ്ട ജ്ഞാനം, പരമമായിട്ടുള്ള ജ്ഞാനം നൽകണം. അപ്പോൾ കർമ്മ അപവിദ്ധീഹി അഹം, ബലാസക്തി കൊണ്ട് നശിപ്പിക്കപ്പെട്ട ബുദ്ധിയാണ് ഇപ്പം എനിക്കുള്ളത്. ആസക്തനാണ് എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി. ഇത് നമ്മളും തിരിച്ചറിയണം. ഈ പ്രാചീന ബർഹിസിന്റെ അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴേ നമുക്ക് അതിൽ നിന്ന് മോചനം വേണം എന്നുള്ളതായിട്ടുള്ള തീവ്രത ഉണ്ടാവുള്ളൂ. ആ തീവ്രതയാണ് മുമുക്ഷുത്വം. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരധനാർത്ഥധീഹി ന പരം വിന്ദതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവത്മസു. പുത്രധാരധന അർത്ഥധീഹി, പുത്രന്മാരിലും ധാരങ്ങൾ ഭാര്യമാരിലും അതുപോലെ ധനങ്ങൾ മുതലായതിലും അർത്ഥബുദ്ധി. ഇവിടെ അർത്ഥബുദ്ധി എന്ന് പറഞ്ഞാല്, അർത്ഥധി എന്ന് പറഞ്ഞാല് പുരുഷാർത്ഥ ബുദ്ധി. ഇതാണ് മനുഷ്യൻ സമ്പാദിക്കേണ്ടത്. ഇതിൽ പരം ഇനി എന്താണ് വേണ്ടത്? കുറെ മക്കളെ ജനിപ്പിക്കുക, ഭാര്യമാരുമായിട്ട് സന്തോഷിക്കുക, കുറെ ധനം സമ്പാദിക്കുക. ഇതാണല്ലോ നമ്മുടെ ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. എന്താണ് വാട്ട് ഈസ് ദ ഗോൾ ഓഫ് യുവർ ലൈഫ് എന്ന് ചോദിച്ചാല് കുറെ ധനം സമ്പാദിക്കണം, എന്നിട്ട് കല്യാണം കഴിക്കണം, എന്നിട്ട് ഭാര്യയുമായിട്ട് സന്തോഷിക്കണം, എന്നിട്ട് കുറെ കുട്ടികളെ ജനിപ്പിക്കണം, എന്നിട്ടോ ആ കുട്ടികളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കുട്ടികളെയൊക്കെ വലിയ വലിയ ആളുകളാക്കിയിട്ട് ഇങ്ങനെ അത് കണ്ട് ഞാൻ ഇങ്ങനെ നിർവൃതിയോടുകൂടി ഇരിക്കണം. ഇതാണ് ഈ ലോകത്തിലുള്ള മൂഢന്മാരായിട്ടുള്ള ജനങ്ങളുടെ മുഴുവൻ ചിന്ത. ഇവർ ഈ ചിന്തയുമായിട്ട് എത്ര അധ്വാനിച്ചാലും ഇത് മാത്രം നടക്കുന്നുമില്ല. എത്ര ധനം സമ്പാദിച്ചാലും അത് കാണുന്നില്ല. എത്ര എന്താ പറയുക, മക്കളെ ജനിപ്പിച്ചാലും അല്ലെങ്കിൽ മക്കളെ സ്നേഹിച്ചാലും അവരാവശ്യത്തിന് ഉതകുന്നില്ല. കുരുത്തം കെട്ടുപോകുന്നു, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് നമ്മുടെ സമീപത്തുണ്ടാവില്ല. നല്ലോണം നന്നായാലോ കുട്ടികൾ, അവരെവിടെയെങ്കിലും ആയിരിക്കും, ദൂരെ ആയിരിക്കും. അടുത്ത് വല്ലവരുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. ഒന്നിനും കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് അതിന് പൈസയ്ക്ക് അച്ഛനും അമ്മയുടെയും കഴുത്തിന് പിടിച്ച് വീട്ടിലുണ്ടാവും. നല്ലോണം സമ്പാദിക്കുന്നവരും നല്ല യോഗ്യതയുള്ളവരും ഒക്കെ ആണെങ്കിലോ അവർ വിദേശത്ത് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ ഒരു മക്കളുണ്ടായിട്ട് എന്താ കാര്യം? പിന്നെ അടുത്തിരിക്കുന്ന കള്ളുകുടിയനാണ് ഭേദം. വല്ലപ്പോഴും വല്ല വയ്യാന്ന് പറഞ്ഞാൽ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് വരാനോ ഒക്കെ ഈ കള്ളുകുടിയനാണ് ഭേദം എന്ന് തോന്നും. അപ്പൊ ഇങ്ങനെ ഭാര്യ, മക്കൾ, ധനം ഇതിൽ ഭ്രമിച്ചുകൊണ്ട്, അതാണ് പുത്രധാര ധനാർത്ഥധീഹി, പുത്രന്മാരിലും ധാരങ്ങളിലും ധനത്തിലും പുരുഷാർത്ഥ ബുദ്ധി, ഇതാണ് പരമപുരുഷാർത്ഥം എന്ന് കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടി മൂഢ അറിവില്ലാത്തവൻ മോഹിതനായിട്ട് കൂടധർമ്മേഷു ഗൃഹേഷു സംസാരവത്മസു ബ്രാഹ്മ്യൻ ഭ്രമിക്കുന്നവനായിട്ട്, കറങ്ങുന്നവനായിട്ട്. എന്താണത്? സംസാരവത്മസു, സംസാര മാർഗങ്ങൾ. അത് ഗൃഹങ്ങളൊക്കെ സംസാര മാർഗങ്ങൾ തന്നെയാണ്. അത് കൂടധർമ്മേഷു, കൂടധർമ്മം, കപടധർമ്മം, വ്യാജധർമ്മം എന്നുവെച്ചാ ഈ പറഞ്ഞ ധനം സമ്പാദിക്കാൻ പല വ്യാജ പ്രവൃത്തികളും ചെയ്യേണ്ടി വരുന്നു, നിർബന്ധിതരായി തീരുന്നു. എങ്ങനെയൊക്കെയാണ് ധനം സമ്പാദിക്കേണ്ടത്? എത്ര സമ്പാദിച്ചാലും കാണുന്നില്ല. മര്യാദയ്ക്ക് അധ്വാനിച്ച് സമ്പാദിച്ചത് അന്നന്നാള് ചെലവ് കഴിയാൻ പോലും പറ്റില്ല. അപ്പൊ പിന്നെ വ്യാജമാർഗേണ സമ്പാദിച്ചാലേ കുറച്ച് സംഭരിച്ചു വെക്കാൻ പറ്റുള്ളൂ. ധാരാളം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ വ്യാജ പ്രവൃത്തികൾ ചെയ്യണം. കുറച്ച് വ്യാജ പ്രവൃത്തി ചെയ്തപ്പോൾ കുറച്ച് ധനം ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ പിന്നെ അത് തന്നെ വാസനയായി. ആഹാ, നല്ല സുഖം, ഇനിയും വ്യാജ പ്രവൃത്തികൾ ചെയ്താൽ ധാരാളം ധനം ഉണ്ടാവും. അപ്പൊ എനിക്ക് സുഖമായിട്ടിരിക്കാം, എൻ്റെ മക്കൾക്കൊക്കെ ധാരാളം കൊടുക്കാം, എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാം. ഇങ്ങനെ വ്യാജ പ്രവൃത്തികൾ കൂടി വരും. ആർക്ക്? ഗൃഹസ്ഥന്. അപ്പോ കപടധർമ്മങ്ങളോടുകൂടിയ ഗൃഹങ്ങളിലും സംസാരമാർഗത്തിലും ഭ്രമിക്കുന്നവനായിട്ട് പരം ന വിന്ദതേ, ആ പരമമായ പുരുഷാർത്ഥത്തെ, ആനന്ദത്തെ, മോക്ഷത്തെ ന വിന്ദതേ പ്രാപിക്കുകയില്ല.
അപ്പോൾ ഇനിയിപ്പോൾ വൈദികമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും, വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ പുഷ്പിത വാക്കുകൾ കേട്ട് അതിൽ ഭ്രമിച്ച് സ്വർഗകാമികളായിക്കൊണ്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാ ബഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വ്യവസായാത്മികയായ ബുദ്ധി ഉണ്ടാവുന്നില്ല. ജീവിതത്തിൽ എന്താണ് പുരുഷാർത്ഥം എന്ന് നിശ്ചയിക്കലാണ് വ്യവസായം. എന്താണ് നേടേണ്ടത് എന്ന് നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ സാധിക്കുന്നില്ല. സമാധൗ ന വിധീയതേ. പുഷ്പിതങ്ങളായ വാക്കുകൾ കേട്ട്, പുരോഹിതന്മാർ പറയുന്നത് കേട്ട്, അത് ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്താൽ അത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവയുടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കർമ്മം കഴിയുമ്പോൾ ഒരു കർമ്മം, ഒരു കർമ്മം കഴിയുമ്പോൾ ഒരു കർമ്മം. ഇവിടെ പ്രാചീന ബർഹിസിനെ പോലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് പരമാർത്ഥം എന്ന് അറിയുന്നില്ല. ന പരം വിന്ദതേ. ആ പരമമായ തത്വത്തെ പ്രാപിക്കുന്നില്ല, അറിയുന്നില്ല. അപ്പൊ ഇപ്പോ വിവേകമുണ്ടായി ആർക്ക്? പ്രാചീന ബർഹിസിന്. അതുകൊണ്ട് അദ്ദേഹം ഇത്രയും ചോദിക്കാറായി. തൻ്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് പഠിച്ചു. ഇനി നാരദൻ പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ആ ഉപാഖ്യാനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഒന്നുകൂടെ അദ്ദേഹത്തെ ഭയപ്പെടുത്തി ഈ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉറപ്പിക്കാനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോക്കസ് നാരദൻ പറയുന്ന കാര്യങ്ങളിലേക്ക് ഉണ്ടാവാൻ വേണ്ടി, ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം ഇത്രയും കാലം ചെയ്തതിന്റെ പരിണതി എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും കാലം അദ്ദേഹം അധ്വാനിച്ചിട്ട് അദ്ദേഹത്തിന് സുഖം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് പരലോകത്ത് ചെന്നിട്ട് കുറെ സുഖം അനുഭവിക്കാമെന്നുള്ളതാണെങ്കിൽ അവിടെ ആദ്യം കാത്തിരിക്കുന്ന അനുഭവങ്ങൾ സുഖമല്ല, വളരെ ഭയാനകമാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ പരലോകത്ത് താൻ യജ്ഞങ്ങൾ ചെയ്തപ്പോൾ, യാഗങ്ങൾ ചെയ്തപ്പോൾ ഏതെല്ലാം ജന്തുക്കൾക്ക് ഹിംസ ചെയ്തുവോ ആ ജന്തുക്കളെല്ലാം പ്രതികാര ബുദ്ധിയോടുകൂടെ കൊമ്പും കൂർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് എത്തിക്കിട്ടിയിട്ട് വേണം അദ്ദേഹത്തെ കീറി മുറിക്കാൻ കൊമ്പുകളെ കൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നതായിട്ടുള്ള ആ പശുക്കളെ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അതാണ് ആദ്യത്തെ 2 ശ്ലോകം. നാരദ ഉവാച ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാദ്വരേ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഗൃണേന സഹസ്രശഃ ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംപരേതം അയക്കൂടൈ ചിന്തന്ത്യുത്തിതമന്യവഃ. അപ്പോ വിവേകം വന്നു. വിവേകം വന്ന ആൾക്ക് ഒന്നുകൂടെ വൈരാഗ്യം കൂടി ഉറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദർശനം നാരദൻ സാധിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നാളെ തുടരാം. അത് കഴിഞ്ഞിട്ടാണ് പുരഞ്ജനോപാഖ്യാനം ആരംഭിക്കുന്നത്. 9ാം ശ്ലോകം മുതൽക്ക് പുരഞ്ജനോപാഖ്യാനം നമുക്ക് നാളെ തുടരാം. ഇന്ന് സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗ നാളെ തുടരും. വൈകിട്ട് അധ്യാത്മരാമായണം, സുന്ദരകാന്ഡം വരുന്നവരൊക്കെ വരാം.